രവിചന്ദ്രനും ഞാനും പിന്നെ മെറ്റയും. കേരളത്തിൽ പ്രകൃതി ജീവനം പ്രചരിപ്പിക്കുന്ന, പ്രകൃതി ചികിത്സ പ്രചരിപ്പിക്കുന്ന ഘട്ടങ്ങളിൽ പരസ്യമായി ഏറ്റവും കൂടുതൽ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത് യുക്തിവാദികളിൽ ഒരാളായ രവിചന്ദ്രനാണ്, പ്രൊഫസർ രവിചന്ദ്രൻ. ഞാൻ മൈദ അപകടകാരിയാണെന്ന് പറഞ്ഞു, അതിന് വേണ്ടത്ര പോഷകങ്ങളില്ല എന്ന് പറഞ്ഞു. മൈദയിലുള്ള എൻഡോസ്പോം എന്ന് പറഞ്ഞ ആ പശപ്പൊടി ബ്ലഡിൻ്റെ സ്റ്റിക്കിനെസ് ക്യാരക്ടർ കൂട്ടും, പ്രമേഹമുണ്ടാക്കും. അലോക്സാൻ എന്ന കെമിക്കല് മൈദയിലുള്ളത് കൊണ്ട് ആ അലോക്സാൻ എടുത്ത് എലികളിൽ കുത്തിയിട്ടാണ് എലികൾക്ക് പ്രമേഹമുണ്ടാക്കി പ്രമേഹ മരുന്നുകൾ പരീക്ഷിക്കുന്നത്. മൈദ കൊണ്ടുണ്ടാക്കിയ പൊറോട്ടയ്ക്ക് പൊറോട്ട എന്ന് പേര് വന്നത് അത് കഴിച്ചാൽ ആരോഗ്യം പുറകോട്ട് പോകുമെന്നുള്ളത് കൊണ്ടാണ് എന്നൊക്കെ അല്പം ഫലിതം കലർത്തിയും കാര്യം കലർത്തിയും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു. രവിചന്ദ്രൻ ഭയങ്കരമായിട്ട് പൊറോട്ടയ്ക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല, ഈ പ്രകൃതിക്കാരിങ്ങനെ പറയുന്നതാണ്, പൊറോട്ട മഹത്വമേറിയ ഒരു സാധനമാണ് എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയുകയും യൂട്യൂബ് വീഡിയോ ലേഖനമൊക്കെ വരികയും ചെയ്തു. ഞാൻ അന്ന് തുടങ്ങി അദ്ദേഹത്തെ പൊറോട്ട പ്രൊഫസർ എന്ന് വിളിക്കുകയും ചെയ്തു. അദ്ദേഹമൊക്കെ ശാസ്ത്രത്തിൻ്റെ വലിയ വക്താക്കളാണ്. ഞാനിപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ അത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന സാങ്കേതിക വിദ്യയുടെ ആധുനിക മകുടമായി നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിക്കുന്നു, ഈ മൈദ ഹെൽത്തിയാണോ? ഈസ് മൈദ ഹെൽത്തി? അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെറ്റ തന്ന ഉത്തരം, മൈദ ഓൾസോ നോൺ ആസ് all purpose flour or refined flour is a commonly used ingredient in many Indian baked goods, snacks and desserts. However, from a health perspective, maida has some drawbacks. Maida എന്ന് പറയുന്നത് അതിനെ all purpose flour എന്ന് പറയാറുണ്ട്, refined flour എന്ന് പറയാറുണ്ട്. അത് ഇന്ത്യൻ ബേക്ക്ഡ് ഗുഡ്സിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നതാണ്, ചേരുവയാണ്, പ്രധാന ചേരുവയാണ്. അത് സ്നാക്സുകൾ ഉണ്ടാക്കാൻ, മധുരങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും ഒരു ആരോഗ്യത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ മൈദയ്ക്ക് ചില പോരായ്മകളുണ്ട്, ഡ്രോബാക്സ് ഉണ്ട്, നെഗറ്റീവ് ഹെൽത്ത് ഇഫക്ട്സ്. ഒന്ന്, ലോ ഇൻ ഫൈബർ ആൻഡ് ന്യൂട്രിയൻസ്. മൈദ ഈസ് റിഫൈൻഡ്, വിച്ച് മീൻസ് ഇറ്റ്സ് സ്ട്രിപ്ഡ് ഓഫ് ഫൈബർ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, മേക്കിംഗ് ഇറ്റ് എ ലെസ് ന്യൂട്രീഷ്യസ് ചോയ്സ്. എന്ന് പറഞ്ഞാൽ മൈദ റിഫൈൻ ചെയ്തതാണ്. ഓരോ പ്രാവശ്യവും റിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മൂലകങ്ങൾ, തവിട്, അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം പോയി വരുന്നതിനെയാണ്. ആക്ച്വലി ഇത് റിഫൈൻ അല്ല, റീബാഡിങ് ആണ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇത് എന്ന് പറഞ്ഞാൽ, റിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള ഫൈബർ മുഴുവൻ മാറ്റി, വൈറ്റമിനുകൾ മുഴുവൻ നഷ്ടപ്പെടുത്തി, അതിലെ മിനറൽസും കൂടെ ഇല്ലാതാക്കിയ സാധനമാണ്. അതിന് പോഷക വാല്യൂ കുറവാണ്. രണ്ട്, high glycemic index. Maida can cause a rapid spike in blood sugar levels, which can be problematic for people with diabetes or those who are trying to manage their blood sugar. അതായത് മൈദ കഴിച്ചു കഴിഞ്ഞാൽ, മൈദ രക്തത്തിലെ ഷുഗർ, പഞ്ചസാര പെട്ടെന്ന് വളരെയധികം കൂട്ടുന്നൊരു അബദ്ധം ഉണ്ടാക്കും. അത് പ്രമേഹമുള്ളവർക്ക്, രക്തത്തിലെ ഷുഗർ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന ആളുകൾക്ക് കുഴപ്പങ്ങളാണ് ഉണ്ടാക്കുക. മൂന്ന്, ലിങ്ക് ടു ക്രോണിക് ഡിസീസസ്, സ്ഥായീ രോഗങ്ങൾ. കൺസ്യൂമിങ് ഹൈ എമൗണ്ട് ഓഫ് റിഫൈൻഡ് ഫ്ലോർ ലൈക്ക് മൈദ ഹാസ് ബീൻ ലിങ്ക്ഡ് ടു ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ് സച്ച് ആസ് ഒബേസിറ്റി, ഹാർട്ട് ഡിസീസ് ആൻഡ് സർട്ടൻ ക്യാൻസേഴ്സ്. മൈദ തിന്നാൽ ക്യാൻസറും ഉണ്ടാകും, പൊണ്ണത്തടി വരും, ഹാർട്ടിന് തകരാറുകളുണ്ടാകും, അങ്ങനെയും മരണം ഉണ്ടാകാമല്ലോ
ഇതൊക്കെയാണ് എൻ്റെ പൊന്ന് രവീന്ദ്രൻ മാഷേ മൈദയെക്കുറിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത്. എത്ര ആളുകളെ മാഷ് വഴിതെറ്റിച്ചു. അവരോടൊക്കെ ഒന്ന് മാപ്പ് പറയണേ രവീന്ദ്രൻ മാഷേ. ക്യാൻ കോസ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, നാലാമത് പറയുന്നത് അതാണ്. സം പീപ്പിൾ മേ എക്സ്പീരിയൻസ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ലൈക്ക് ബ്ലോട്ടിംഗ്, ഗ്യാസ് or stomach discomfort after consuming maida based product. After consuming maida based products, അത് ചില ആളുകൾക്ക് മൈദ ചേർന്ന സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ് അസ്വസ്ഥമാവാം, വീർത്തു വരാം, ഗ്യാസ് നിറയാം, അങ്ങനെ പലതരത്തിലുള്ള ദഹനപ്രയാസങ്ങളും ഉണ്ടാക്കാം. രവിചന്ദ്രൻ മാഷേ മരുന്ന് കമ്പനിക്കാർ വല്ലതും തന്നിരുന്നോ? സംശയമാണ്. ഉത്തരം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഹെൽത്തിയർ ആൾട്ടർനേറ്റീവ് എന്താണെന്ന് കൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞിട്ടുണ്ട്. ഓൾ വീറ്റ് ഫ്ലോർ, ആൻഷ്യൻ ഗ്രെയിൻ ഫ്ലോർസ്, ന്യൂട്രിയൻ ഡെൻസ് ഫ്ലോർസ്, ഇങ്ങനെയുള്ള പൊടികളൊക്കെയാണ് ഉപയോഗിക്കാവുന്നത്. തവിട് കളയാതെ പൊടിച്ചെടുത്തിട്ടുള്ളത്, അങ്ങനെയൊക്കെ ഉത്തരങ്ങൾ തരുന്നുണ്ട്. ബാജ്റ, ജോവാർ തുടങ്ങി പരമ്പരാഗതമായിട്ടുള്ള ധാന്യങ്ങളുടെ പൊടികൾ, മില്ലറ്റ്സ് നമ്മൾ പറയാറില്ലേ, അത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ന്യൂട്രിയൻ ഡെൻസ് ഫ്ലവേഴ്സ്, അതായത് ബദാമിൻ്റെ പൊടി, തേങ്ങയുടെ പൊടി, ഓട്സിൻ്റെ പൊടി, അങ്ങനെയൊക്കെയുള്ള ന്യൂട്രിയൻസ് ധാരാളമുള്ള പൊടികൾ എടുക്കുക. മോഡറേഷൻ ഈസ് കീ. എന്തായാലും മോഡറേറ്റ് ചെയ്തുള്ള അളവിൽ മറ്റുള്ളതൊക്കെ ചേർത്തുമൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് സൂത്രത്തിൽ വേണമെങ്കിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇൻ സമ്മറി, while maida is not a healthy choice, it can be consumed in moderation as part of a balanced diet. എന്തിനായി പാടിയിരിക്കണ? കയ്യിലെ കാശ് കൊണ്ട് കടിക്കണ പട്ടിയെ മേടിച്ചിട്ടിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പിന്നെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? വിവേകം ഉപയോഗിക്കുക. മെറ്റ അങ്ങനെ ഒരു അഡ്വൈസ് നൽകുന്നുണ്ട്. ആ അഡ്വൈസ് കേൾക്കാതെ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നന്നാകുക. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിയുന്നത്ര ഷെയർ ചെയ്യണം. രവീന്ദ്രൻ മാഷിനെ കാണുമ്പോഴൊക്കെ ഒന്ന് ചോദിക്കണം, എന്തിനാ മാഷേ ഈ മൈദയ്ക്ക് വേണ്ടിയിട്ട്, ഈ പോസ്റ്റർ പശയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രകൃതി ഹിംസകരെ എതിർക്കാൻ പോയത് എന്തിനാണ്? അവർ പറയുന്നതല്ലേ സത്യം? ഇനിയെങ്കിലും മാഷ് പരസ്യമായിട്ടൊരു ക്ഷമ പറയണം. എത്രയോ ചെറുപ്പക്കാർ മാഷ് പറയുന്നതെല്ലാം വേദവാക്യമാണെന്ന് കരുതി കൂടെ കൂടിയിട്ടുണ്ട്. അവരെയൊക്കെ വഴിതെറ്റിക്കുകയല്ലേ ചെയ്തത്. കേരളത്തിൽ പൊറോട്ടയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ തരംഗമുണ്ടായി. ഹോട്ടലുകളിലെല്ലാം പൊറോട്ട ഇങ്ങനെ അപ്രത്യക്ഷമാകുന്നൊരവസ്ഥ, വീറ്റ് പൊറോട്ട വരുന്നൊരവസ്ഥയൊക്കെ പ്രത്യേകം എഴുതി വെക്കുന്നൊരവസ്ഥ ഉണ്ടായതാണ്. രവീന്ദ്രൻ മാഷും ചിലരുമൊക്കെ കൂടി ചേർന്ന് അതിനെ പുറകോട്ടടിപ്പിച്ചു. അത് വലിയ ഒരു സാമൂഹ്യ ദ്രോഹമായിരുന്നു രവീന്ദ്രൻ മാഷെ. അതുകൊണ്ട് അങ്ങ് തിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്മതിക്കുന്നത്രയും ഭാഗത്തെങ്കിലും പ്രകൃതിയിലേക്ക് അങ്ങേക്ക് വരാമല്ലോ. അതിനെക്കുറിച്ച് താങ്കൾ പറയുമെന്ന് ഞാൻ കരുതുന്നു. കഴിയുന്നത്ര ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ കഴിയുന്നത്ര സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.